നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സഹകരണ മേഖലയിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരു ഓഡിറ്റിനോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിനോ ആരെയും അനുവദിക്കാത്ത ഒരു സാഹചര്യം. പല തട്ടിപ്പുകളും മറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അനർഹരുടെ കയ്യിലേക്ക് പോകുന്നതിനെ കുറിച്ച് വളരെ വലിയ രീതിയിൽ ചർച്ചകൾ വന്നതാണ്. എന്നാൽ അതിലും ഒരു അന്വേഷണത്തിന് തയ്യാറാകാതെ പാതി വഴിയിൽ കിടക്കുന്നു. ഇപ്പോൾ പറയാൻ പോകുന്നത് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു തട്ടിപ്പിന്റെ പിന്നാമ്പുറ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് സഹകരണ പെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ തട്ടിപ്പ്. ഇത് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൽ കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയോട് പങ്കുവെക്കുന്നതിനായി NSSന്റെ ഹെഡ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഗോപാലകൃഷ്ണപിള്ള സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം പറയുന്നത് കോടാനുകോടികളുടെ തട്ടിപ്പുകൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ്. സാർ, നമ്മളെപ്പോഴും സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതായത് ഗ്രാമത്തിന്റെ നട്ടെല്ല് എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും ഇത് ആരുടെയൊക്കെയോ കയ്യിലിരിക്കുന്ന ഒരു ലോബിയായി മാറിക്കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഇത് ലോബി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ നട്ടെല്ല് ഏതാനും ചിലരുടെ കയ്യിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാരണം സാധാരണക്കാരനായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെറു സംഘങ്ങളുണ്ട്. അതാരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി, കൈത്തറി തൊഴിലാളി, കരകൗശല തൊഴിലാളി, ഇങ്ങനെ എത്ര സഹകരണ സംഘങ്ങളാണ്. ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് വേണമെങ്കിൽ ഒരു മന്ത്രി വരെ ഉദ്ഘാടനം ചെയ്ത് ഇത് രൂപീകരിക്കും. അപ്പോൾ സാധാരണക്കാരായവരെല്ലാം ആദ്യകാലങ്ങളിൽ സഹകരണ പ്രസ്ഥാനം കൊണ്ട് വളർന്നവരാണ്. ഇത് വെച്ചുകൊണ്ട് ഇവരൊക്കെ ഇതിലേക്ക് പൈസ അവരവരുടെ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് മുടക്കി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സഹകരണ സംഘത്തിന്റെ ഭരണസമിതി പല കൃത്യവിലോപങ്ങൾ അതിലെ സ്റ്റാഫിനെ ഉപയോഗിച്ച് ചെയ്യുകയും ഇത് പിന്നീട് പരിശോധനയ്ക്കെന്ന് വരുന്നവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു കോംപ്രമൈസിലേക്ക് കൊണ്ടുപോവാണ്. കാരണം സഹകരണ വകുപ്പ് തന്നെ പറയുന്നുണ്ട്, അവരൊരു സർക്കുലറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്തെ വെട്ടിപ്പോ തട്ടിപ്പോ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് എത്ര വലിയ തുകയാണെങ്കിലും അത് നിങ്ങൾ ആരാണ് എടുത്തത് അല്ലെ അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ സംഘത്തിൽ ഒരു ന്യൂനത രജിസ്റ്റർ വെച്ചിരിക്കും. നിങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ട് ഭരണസമിതിയായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇതെവിടാ ഉള്ളത്? എത്ര വലിയ തട്ടിപ്പാണെങ്കിലും അവിടെ രേഖപ്പെടുത്തിയിട്ട് അവരുമായിട്ട് കുറ്റം ചെയ്തവനുമായിട്ടിരുന്ന് സന്ധി സംഭാഷണത്തിൽ ഇത് തീർക്കണം. അങ്ങനെ വരുമ്പോൾ ഇത് വെളിയിലോട്ട് വരത്തേയില്ല. ഇങ്ങനെ വന്ന് ഈ സംഘങ്ങളെല്ലാം പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക് ഇവരങ്ങ് മാറ്റുകയാണ്. ആ പൊട്ടിപ്പോയാലേ മോഷണം നടന്ന സംഘം ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങളുടെ റെക്കോർഡൊന്നും തീർന്നിട്ടില്ല, എല്ലാം ഇൻകംപ്ലീറ്റ് ആണ്, ഞങ്ങളെ അതുകൊണ്ട് RNAയിലോട്ട് ഉൾപ്പെടുത്തണം. ഉടൻ തന്നെ ഇവര് രണ്ട് കൈയും നീട്ടി RNAയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ഇതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ലക്ഷ്യം. പിന്നെ സഹകരണ വകുപ്പിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ ഇത് പിറ്റേ വർഷമെന്നല്ല, ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതില് വരുന്ന കാലതാമസം പരിഹരിക്കുകയോ ഒന്നും ചെയ്യാതെ പിന്നൊരു അവസരത്തിൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് റെക്കോർഡുണ്ട്, അത് വെച്ച് ഓഡിറ്റ് നടത്തി തരണം. നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ അവര് ഒരു പരസ്യം, പത്രപരസ്യം, ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ചെറിയൊരു പരസ്യം കൊടുത്തിട്ട് വന്ന് ഓഡിറ്റ് നടത്തുകയാണ് ഉള്ള റെക്കോർഡ് വെച്ച്. എന്നിട്ട് ഇത് ലിക്വിഡേറ്റ് ചെയ്യുകയോ പിന്നെ അതോടുകൂടി അതിന്റെ അന്ത്യം കുറിക്കുക. കേരളത്തിൽ ഇപ്പം നിലവിൽ 5000 സംഘങ്ങളാണ് ഈ RNA, അതായത് ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയാം, ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് ഇല്ലാതാവും. അപ്പൊ ഇതിൽ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനേക്കാൾ വലിയൊരു തട്ടിപ്പ് സഹകരണ ബോർഡ്, പെൻഷൻ ബോർഡ്, അതായത് സഹകരണ വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങളിൽ പെട്ടത്. അതായത് സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്, വിജിലൻസ് ഉണ്ട്, പെൻഷൻ ബോർഡുണ്ട്. പെൻഷൻ ബോർഡ് ആണ് ഈ സഹകരണ ജീവനക്കാരുടെ പെൻഷന്റെ കാര്യങ്ങൾ അവരുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനും വാങ്ങി ബാക്കി സർക്കാർ ഫണ്ടും ഉപയോഗിച്ച് സർക്കാർ സംവിധാനത്തിലൂടെ പെൻഷൻ വിതരണം ചെയ്യുകയാണ്. അപ്പൊ ഇതിന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കബിള് KSR ആണ്, കേരള സർവീസ് റൂളാണ് ഇവരുടെ പെൻഷനും ആപ്ലിക്കബിള്. പക്ഷേ എത്രയോ സംഘങ്ങൾ തട്ടിപ്പ് നടന്നോ അത്രയും സംഘങ്ങളിലെ തട്ടിപ്പിന്റെ ഉറവിടവോ ആര് എന്ന് പോലും അന്വേഷിക്കാതെ ഈ ജീവനക്കാരെല്ലാം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു, പെൻഷൻ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ്? അപ്പൊ ഇതിനകത്ത് ഒരു ലോബി, കാരണം സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ, സംഘത്തിന്റെ ഭരണസമിതി, സഹകരണ വകുപ്പിലെ സഹകരണ ഓഡിറ്റ് വിഭാഗം, സഹകരണ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, അപ്പൊ ഇവരെല്ലാവരും ഒരൊറ്റ ലൈനിൽ നിന്നുകൊണ്ടാണ്
ഈ തട്ടിപ്പ് നടത്തി ഇവർക്കെല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് ആർക്കും പരാതിയില്ല. പൈസ പോയവരുടെ എല്ലാം പൈസ പോയി. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സഹകരണ സംഘത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചങ്ങനാശ്ശേരി NSS ഒരു സഹകരണ സംഘമുണ്ട്. NSS EICCS 1993 ആണ്. അതായത് NSS എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇതൊരു കേരള മുഴുവൻ അതിന്റെ പ്രവർത്തന മേഖല. കാരണം NSSന്റെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അംഗങ്ങൾ, ജീവനക്കാര് ഇതിലെ അംഗങ്ങളാണ്. അപ്പൊ ഇവര് നിയമനം നടക്കുമ്പോൾ തന്നെ ഇതിലെ അംഗമാക്കപ്പെടുന്നു. അവരെ ചിട്ടി ചേർക്കുന്നു, അവർക്ക് ലോൺ കൊടുക്കുന്നു. അങ്ങനെ ആദ്യകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിന്റെ പ്രവർത്തന റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം. പക്ഷേ 83, 84, അതായത് 80 മുതൽ അങ്ങോട്ട് അതിനകത്ത് ഗുരുതരമായ ക്രമക്കേടുകളും പണാപഹരണവും ഇതെല്ലാം പിടിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആര് മോഷ്ടിച്ചു, എന്ത് മോഷ്ടിച്ചു, എവിടെ വെച്ച് മോഷ്ടിച്ചു, അങ്ങനൊന്നും ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിലില്ല. 83, 84 ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ സഹകരണ വകുപ്പിൽ പോലും ഇല്ല. അവരും കൂടെ കൂടി അത് മുക്കി. അപ്പൊ ഇതൊക്കെ വിവരാവകാശം അനുസരിച്ച് ആവശ്യപ്പെട്ടിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും ഒരാളിനെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 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 വെറും ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റുകൾ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ 43 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നെങ്കിലും 40 കൊല്ലമായി ഇപ്പോൾ ഓഡിറ്റ് നടന്നിട്ടില്ല. 83 മുതൽ നാളിതുവരെ ഓഡിറ്റ് നടന്നിട്ടില്ല. പക്ഷെ ഇതിലുണ്ടായിരുന്ന 8 ജീവനക്കാരും ഇന്ന് പെൻഷൻ മേടിക്കുന്നു. അതെങ്ങനെ മേടിക്കാൻ പറ്റും? അങ്ങനെ എത്രയോ സംഘങ്ങളിൽ കേരളത്തിൽ ഇതുപോലുള്ള തട്ടിപ്പ് നടന്ന സംഘങ്ങളിലെ ജീവനക്കാരെല്ലാം പെൻഷൻ മേടിക്കുന്നു. അതെങ്ങനെ മേടിക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. സഹകരണ വകുപ്പ് തന്നെ പരിഷ്കരിക്കപ്പെടേണ്ട കാലഘട്ടം കഴിഞ്ഞു. എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതിന് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഇതിൻ്റെ ബലിയാടാക്കപ്പെടുന്നത് സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ ഈ NSSലെ സഹകരണ സംഘത്തിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാളാണ് ഇപ്പോഴത്തെ NSS ജനറൽ സെക്രട്ടറി. അദ്ദേഹവും പെൻഷൻ മേടിക്കുന്നുണ്ട്. NSSന്റെ എല്ലാ ആനുകൂല്യങ്ങളും മേടിക്കുമ്പോൾ തന്നെ ഈ പെൻഷൻ മേടിക്കുകയാണ്. എത്ര വിചിത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ജീവനക്കാരിയായിരുന്നു. ഭാര്യ മരിച്ചുപോയി, ഭാര്യയും പെൻഷൻ മേടിക്കുന്നുണ്ട്. ഓർത്തു നോക്ക്, സാധാരണ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ തലപ്പത്തിരിക്കുന്നവരും ഇത് ചെയ്യുന്നു. അപ്പൊ ഇതെന്തുകൊണ്ട് പരിശോധിക്കപ്പെടുന്നില്ല? ശരിക്കും ഇപ്പൊ നമ്മൾ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പുറത്തേക്ക് വന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികം വാർത്തകൾ പുറത്തേക്ക് വരാറില്ല, അത് ചർച്ചയാക്കപ്പെടാറുമില്ല. ഇത് എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്? അപ്പൊ ഇത് ചെയ്യുന്ന കാര്യം ആരും അറിയാൻ യാതൊരു സാധ്യതയില്ല. കാരണം സഹകരണ ജീവനക്കാരിൽ ഒരു വിഭാഗം, എല്ലാവരും മോഷ്ടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വിഭാഗം ഈ മോഷണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഭരണസമിതി ഒരു ഘടകമാണ്. ഇതിനെല്ലാം ഒരു അനുഗ്രഹാശിസുകൾ കൊടുത്തുകൊണ്ട് ഡയറക്ടറാണ് ശരിക്കും പറഞ്ഞ സഹകരണ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങനെ ഈ 3-4 ഘടകങ്ങൾ കൂടിക്കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അതീവ രഹസ്യമായിട്ട് തന്നെ, അതായത് NSSൽ നടന്ന ഒരു കാര്യം, NSSലെ 83, 84 ഓഡിറ്റ് റിപ്പോർട്ട് NSS സഹകരണ സംഘത്തിൽ നടന്ന അതിലാണ് 43 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. അത് പിന്നീട് കുറച്ച് നാളത്തേക്ക് ഓഡിറ്റ് ചെയ്യിക്കാതിരുന്നു. അതൊക്കെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് ഓഡിറ്റ് വരുമ്പോൾ ഞങ്ങൾ ഇതല്ല. പിന്നെ RNAയിൽ പെടുത്തുകയാണ്. RNAയിൽ പെടുത്തിയ ശേഷം 93 ആ സഹകരണ സംഘത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകുകയാണ്. അപ്പൊ ആ തീപിടുത്തത്തിൽ റെക്കോർഡുകളെല്ലാം പോയി. പിന്നെ പുതിയ റെക്കോർഡ് തട്ടിക്കൂട്ടി വേണം അടുത്ത കാര്യങ്ങൾ നടത്താൻ. അങ്ങനെ തട്ടിക്കൂട്ടി റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഉദ്ദിഷ്ട കാര്യസാധ്യം നടക്കാതെ വന്നു. അതിൽ നിന്ന് വീണ്ടും ഇതിങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ അവസാന ശ്രമമായിട്ട് നടന്നത്, അതായത് 2023 മെയ് 18 ഒരു പത്രപരസ്യം കൊടുത്തു. 38 വർഷമായി ഇതിനിവിടെ ഓഡിറ്റ് നടന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സഹകരണ സംഘത്തിലുള്ള റെക്കോർഡ് വെച്ച് ഓഡിറ്റ് ചെയ്യാൻ പോവാണ്. എത്ര ബാലിശമായ ഒരു സംഭവമാണ്, പരിഹാസ്യമായ സംഭവമാണ്. 40 വർഷം എന്തുകൊണ്ട് RNAയിൽ പെടുത്തിയിട്ട് ഇവർ അടുത്ത വർഷം ഇത് ശരിയാക്കിയിട്ടില്ല? അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പ്ലാൻഡാണ്, ഒരു കോക്കസ് പോലെ വർക്ക് ചെയ്യുകയാണ്. ഒരു സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രാക്കുളയാണ്. ഈ സഹകരണ സംഘങ്ങളുടെ മുഴുവൻ രക്തപൂറ്റി കുടിക്കുകയാണ്.
സഹകരണ ഭവനുകൾ എന്നും പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാം ഡ്രാക്കുള കോട്ടകളാണ്. ഇതിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ തന്നെ എന്താ ഒരാളുടെ ഒരു സഹകരണ സംഘത്തില് ഇത്രയും വലിയ ബൃഹത്തായ ഓഡിറ്റ് സംവിധാനം 2008 രൂപീകരിച്ചാണ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേണ്ട 1000 ചില്ലുവാന സ്റ്റാഫ്, ഓഡിറ്റ് ഡയറക്ടർ തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് ക്രമപ്രകാരമുള്ള തസ്തികകൾ സൃഷ്ടിച്ച് അത്രയും പേരുണ്ടാക്കി. പക്ഷെ ഇവർ ഓഡിറ്റിൽ ഒരാൾ പോലും, ഒരൊറ്റ ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും ഒരു സഹകരണ സംഘത്തിൽ വെട്ടിപ്പ് നടത്തിയല്ലേ, ആര് വെട്ടിച്ചു, എത്ര രൂപ വെട്ടിച്ചു എന്നൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് വരെ ഇല്ല. ഏതെങ്കിലും സംഘത്തിലോ ബാങ്കിലോ നിക്ഷേപകന്റെ പൈസ പോയി എന്ന് പറഞ്ഞ് വരുമ്പോഴാണ്, സമരവുമായിട്ട് വരുമ്പോഴാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. പിന്നെ ഇങ്ങനെ എന്തൊരു ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ടതും ഒക്കെ ആയ കാലം കഴിഞ്ഞു. വെറുതെ ഇതൊക്കെ ഒരു സഹകരണ സംഘത്തിൽ തട്ടിപ്പ് വരുമ്പോൾ അതിന് എതിർ കക്ഷികൾ ഉടനെ ഭയങ്കര ജാഥയും പ്രസ്താവനയും ഇതുമായിട്ട് വരും. ഇപ്പുറത്ത് അവരുടെ സംഘത്തിൽ നടത്തും, മറ്റവരും നടത്തും. അപ്പോൾ പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഖജനാവിലെ പൈസ പെൻഷൻ കൊടുത്തും സഹകരണ സംഘങ്ങൾക്കുള്ള ലോണും മറ്റും ഇതൊക്കെ ആയി കൊടുത്തും ഇതെല്ലാം മോട്ടിച്ച് കൊണ്ടുപോകുന്നു. ഇതാണ് ഇന്നത്തെ സഹകരണ സംഘത്തിന്റെ അവസ്ഥ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ്, വലിയ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് സർക്കാരിന്റെ എന്തെങ്കിലും സർക്കാരിന് മുന്നിൽ എത്തിക്കാനോ ബന്ധപ്പെട്ട ഏജൻസികളെ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം കൊടുത്തു. ഞാൻ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. 2-3 മാസമായിട്ടോ അതിന്മേൽ യാതൊരു നടപടിയും കണ്ടില്ല. ഒരു നടപടിയും. ഞാനിത് വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ എന്തായി എന്നറിയാൻ ഒരു വിവരാവകാശം മന്ത്രിക്ക് കൊടുത്തു. അപ്പൊ അതിന് എനിക്ക് തന്ന ഒരു കൃത്യം 30 ദിവസത്തേക്ക് മറുപടി തരണമല്ലോ. അപ്പൊ 30 ദിവസം ആകാറായപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. അത് സാറ് താങ്കൾ ഇങ്ങനൊരു പരാതി തന്നിരുന്നു, നിവേദനം തന്നിരുന്നു മന്ത്രിക്ക്. അപ്പൊ അത് ഞങ്ങളിവിടെ തപ്പിയിട്ടൊന്നും കാണുന്നില്ല. പറയുകയാണ്, തപ്പിയിട്ട് കാണുന്നില്ല, ഒരു കോപ്പി തന്നാൽ ഞങ്ങളത് പരിശോധിച്ചിട്ട്. അപ്പൊ ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയല്ലേ വിളിക്കുന്നേ? അതെ, പേഴ്സണൽ സ്റ്റാഫാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഒരു മന്ത്രിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തൊരു നിവേദനം മന്ത്രിയുടെ ഓഫീസിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ താഴത്തെ ഓഫീസിന്റെ സ്ഥിതി എന്തുവാന്ന് ആദ്യം പരിശോധിക്കാൻ പറഞ്ഞു. ഞാൻ ഇതിനെ കോപ്പി തന്നാൽ പോലും നിങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല, തരാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒരു മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് മുഖതാവിൽ കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പൊ അത് ഏതോ വഴിക്ക് പോയി. അല്ലെ അന്നേരം ഞാൻ പിന്നെ മന്ത്രിയുടെ നല്ല ഒപ്പിട്ട് മേടിക്കണം. നേരിട്ട് കൊടുത്തിടത്ത് നമുക്ക് ഒപ്പിട്ട് മേടിക്കാൻ പറ്റില്ല, എനിക്ക് ഒപ്പിട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇതിന് കൂട്ടു നിൽക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ NSS അല്ലെങ്കിൽ SNDP പോലെയുള്ള സംഘങ്ങൾ, ഇവർക്കെല്ലാം തന്നെ സഹകരണ സംഘങ്ങളുണ്ട്. ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വോട്ട് ബാങ്ക് തകരുമോ എന്നുള്ളൊരു ഭയം അക്കാര്യത്തിലുണ്ട്. പിന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉൾപ്പെടെ പ്രതികൂട്ടിൽ നിൽക്കുന്ന സഹകരണ സംഘത്തിലെ തട്ടിപ്പുകൾ, ഇതെല്ലാം വീണ്ടും ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാരും ഒന്ന് പിന്നോട്ട് വലിക്കുന്നതായിരിക്കാം. പക്ഷേ എന്തായാലും താങ്കൾ ഇത്തരം വിഷയങ്ങളുമായി മുൻപോട്ട് പോകുന്നു. ഇതെല്ലാം NSS ആസ്ഥാനത്തെ എന്തായാലും സുകുമാരൻ നായർ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ടാകാം. അപ്പോൾ അത്തരത്തിലൊരു ഭയം, ഒരു എന്തെങ്കിലും അപായപ്പെടുത്താനുള്ള നീക്കം, അങ്ങനെയൊക്കെ ഒരു ഭയം തോന്നുന്നില്ലേ? ഇല്ല, അത്തരം ഭയങ്ങളെ ഒന്നും ഞാൻ അങ്ങനെ കണക്കാക്കാറില്ല. കാരണം ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 95 മുതൽ ഞാനിത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം 95-ലാണ് എനിക്കിതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പിന്നെ അന്ന് നമുക്ക് ഈ വിവരങ്ങൾ അറിയാനൊന്നും യാതൊരു മാർഗങ്ങളുമില്ല. സഹകരണ ഓഫീസുകളിൽ ഞാനന്ന് പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സഹകരണ സംഘത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലാണ്ട് ഇവിടെ വേറെ കാര്യമൊന്നും ഇല്ല എന്നുള്ള പിന്തിരിപ്പൻ മറുപടി തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയാണ് 2005-ൽ വിവരാവകാശം വന്നത്. അപ്പം ഞാൻ വിവരാവകാശം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യങ്ങൾ കുറേ വിവരങ്ങൾ പലതും മറച്ചു വെക്കാൻ ഇവർ ശ്രമിക്കും. കാരണം ഞാൻ ഇവർ പറയുന്നത് ഇങ്ങനെ RNA പെടുത്തി എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ആ സർക്കുലർ വേണമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് വിവരാവകാശം. സാർ, ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. പലർക്കും ഈ RNA എന്താണെന്ന് അറിയില്ലായിരിക്കും. എന്താണ് അതിന്റെ ഒരു വശം? RNA എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ രൂപം പറയുമ്പോൾ റെക്കോർഡ് നോട്ട് അവൈലബിൾ എന്ന ഒരു മനോഹരമായ തത്വശാസ്ത്രമാണ്. അപ്പോൾ ഒരു സഹകരണ സംഘത്തിൽ ഒരു മോഷണം നടക്കുന്നത് മറച്ചു വെക്കുക എന്നുള്ള മോഷ്ടിക്കുന്ന ആളിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ. അപ്പൊ അതിനുവേണ്ടി അയാൾ പല കാര്യങ്ങളും ഒന്നിലെ എഴുതാതിരിക്കും, അല്ലെങ്കിൽ മാറ്റിവെക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത്
പരിശോധനയ്ക്ക് ആൾ വരും. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗം പരിശോധനയ്ക്ക് വരുമ്പോൾ പറയാം, സാറേ ഇത് ഞങ്ങൾ തീർന്നിട്ടില്ല, കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊരു റിക്വസ്റ്റ് താ. ഇതാണ് ഓഡിറ്റിന് വന്ന ആൾ പറയുന്നത്. നിങ്ങളൊരു റിക്വസ്റ്റ് താ, ഇങ്ങനെ ഞങ്ങളുടെ സംഘത്തിൽ ഇപ്പം റെക്കോർഡൊന്നും പൂർണ്ണമല്ല, അല്ലെ റെക്കോർഡ് കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ ആർഎൻഎപ്പെടുത്തണം. ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്താൽ ഉടൻ തന്നെ ഈ സംഘത്തെ അങ്ങ് ആർഎൻഎയിൽപ്പെടുത്തുകയാണ്. അതിന് പറയുന്ന 3 കാരണങ്ങൾ: റെക്കോർഡ് ഇൻകംപ്ലീറ്റ്, റെക്കോർഡ് മിസ്സിങ്, ഡിസ്ട്രോയിഡ്. അപ്പൊ ഇതിന് 3നും എന്താ നടപടിക്രമം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സഹകരണ രജിസ്ട്രാറോട് ചോദിച്ചു. റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ഒരു പേഴ്സൺ ഉണ്ട്, അയാൾ ഇരുന്ന് ചെയ്യുന്നു, അയാൾ ശമ്പളം മേടിച്ചാണ്, എന്തുകൊണ്ട് അയാളുടെ പേരിൽ നടപടി എടുത്തോ? അതില്ല. റെക്കോർഡ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരാൾ കൈകാര്യം ചെയ്യുന്ന ബുക്ക് കാണുന്നില്ല, കൈകാര്യം ചെയ്ത ആളിനോട് ചോദിക്കണ്ടേ? അതില്ല. റെക്കോർഡ് ഡിസ്ട്രോയിഡ്, ലോകത്തൊരിടത്തും കാണത്തില്ല ഈ ഒരു സംഭവം. നശിപ്പിച്ചാൽ പ്രശ്നമൊന്നുമില്ല. നശിപ്പിക്കാൻ ഒരു NOC കൊടുക്കുകയാണ്. നിങ്ങൾ റെക്കോർഡ് നശിപ്പിച്ചിട്ടും നിങ്ങൾ റിക്വസ്റ്റ് തന്നാൽ മതി. അങ്ങനെയാണ് ഈ RNAയിൽ പെടുന്നത്. അങ്ങനെ കേരളത്തിൽ ഇപ്പം 5000 സംഘങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ 5000 സംഘങ്ങൾ RNAയിൽ പെടുത്തിയതിന്റെ വിവരാവകാശം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഈ 5000-ൽ വരുന്ന 4000-ലും സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിന്റെ പൈസയാണ് പോയത്. 4000 സഹകരണ സംഘങ്ങൾ. അവർക്കറിയാൻ പറ്റില്ല ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഒരാൾ കഴിയുമ്പോൾ സെക്രട്ടറി പറയാത് സഹകരണ വകുപ്പിന്റെ ഇല്ല, ഭരണസമിതി എല്ലാം അങ്ങോട്ട് 4 വഴിക്ക് പോകും, മുടക്കിയവരുടെ പൈസ പോവും. അപ്പൊ ഇതിലൊന്നും ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആരും ശ്രമിക്കുന്നില്ല. പിന്നെ ഇപ്പം ഭരണ തലപ്പത്തിരിക്കുന്നവരെ ഇതിനകത്തിന്റെ സ്ട്രക്ചർ എന്തുവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ട്രക്ചർ എന്താണ്? സഹകരണ വകുപ്പ്, സഹകരണ വകുപ്പിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നും അതിനകത്തില്ല. കുറെ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുക, എന്നിട്ട് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പറയാതെ ഒരു ന്യൂനതാ സംഗ്രഹം, ന്യൂനതയായിട്ടേ അവർ കാണുന്നുള്ളൂ, മോഷണത്തെ മോഷണമായിട്ട് കാണുന്നില്ല. ഒരു ന്യൂനത. അപ്പൊ ഞാനിത് വെച്ച് ചോദിച്ചിട്ടുണ്ട്, ന്യൂനതാ സംഗ്രഹം ഇതാണെങ്കിൽ ഇതിന്റെ എൻലാർജ് ചെയ്ത ന്യൂനതകൾ എവിടാ? അതില്ല. അത് സഹകരണ സംഘത്തിൽ വെച്ച് കോംപ്രമൈസ് ആക്കി, സഹകരണ സംഘത്തിൽ വെച്ച് ഇത് കോംപ്രമൈസ് ആക്കുക. എന്നിട്ട് ഇവർക്കെല്ലാം പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ജീവനക്കാർക്ക് പ്രശ്നമില്ല, അവരുടെ ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ അവർ പ്രശ്നത്തിന് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് സാധാരണക്കാരന്റെ കൊലവിളി, അവനെ തകർക്കുകയാണ്. സാധാരണക്കാരന്റെ ജോലി ചെയ്ത് കിട്ടുന്ന കൂടുതൽ സംഘങ്ങളും അതാ സംഭവിക്കുന്നത്. പിന്നെ നിക്ഷേപകര് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ്. ഇന്ന് വരെ സഹകരണ വകുപ്പ് ഓഡിറ്റ് ചെയ്ത് ഒരിടത്ത് ക്രമക്കേട് കണ്ടുപിടിച്ചിട്ടില്ല. സഹകരണ നിയമം ഉണ്ടായ കാലം തൊട്ട് പരിശോധിച്ച് നോക്കുക, ഒരു സഹകരണ സംഘത്തിലും ഇവര് ക്രമക്കേട് കണ്ടുപിടിച്ച് ആരുടെ പേരും ഒരു നടപടി എടുത്തിട്ടില്ല. നിക്ഷേപകന്റെ പൈസ പോകുന്നു, അല്ലെ മറ്റേതെങ്കിലും രീതിയിലുള്ള പബ്ലിക്കിന് നഷ്ടം വരുമ്പോൾ അവര് കൊടി പിടിക്കുമ്പോഴാണ് അതെ അവിടെ തട്ടിപ്പാ. നമ്മൾ ഇന്നലെ വരെ കണ്ടത് അവിടെ ഒരു കുഴപ്പമില്ല, പിറ്റേ ദിവസം കൊടി പിടിക്കുമ്പോഴാണ് ഇവിടുത്തെ ഇവിടെ തട്ടിച്ചോണ്ട് പോയിരിക്കുക. ഈ ഒരു അവസ്ഥ മാറണം, മാറിയേ മതിയാവും. ശരിക്കും ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, അതായത് ഈ സഹകരണ പെൻഷനിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത്. പക്ഷേ അത് പരാതിപ്പെടാൻ ആളില്ല, കാരണം അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, അവരുടെ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇതിന് തടയിടാൻ ഇനി എന്താണ് മാർഗം? തടയിടാൻ ശരിക്കും ശ്രമിക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ അല്ലെ നിയമ സംവിധാനം. സർക്കാർ ശ്രമിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം സർക്കാരാണ് ഇതിന്റെ എല്ലാം നിയന്ത്രണ അധികാരി, അവരുടെയിലാണ് അധികാരമുള്ളത്. അവർക്ക് ഏത് സമയത്തും ഇത് പരിഷ്കരിക്കാം, അല്ലെങ്കിൽ ഇതിന് മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഈ കാലഹരണപ്പെട്ട ചില ഉത്തരവുകളും വെച്ചുകൊണ്ട് ഈ 50 അരനൂറ്റാണ്ട് കഴിഞ്ഞും അത് വെച്ചുകൊണ്ട് നടക്കുന്നു. കാരണം കേവലം ഒരു സർക്കുലറിന് എത്ര 50 കൊല്ലം സൂക്ഷിച്ച് അതേ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ എത്ര ഒരു ഗവൺമെന്റ് ജിയോ പോലും അല്ലത്, വേറൊരു ഒരു സർക്കുലർ ആരെയും രക്ഷിക്കേണ്ടെന്ന് ഇറക്കിയതാണ്. അതില് സർക്കുലറിൻ്റെതായ ക്വാളിറ്റീസ് ഒന്നുമില്ല. ഒരു 10-12 വരിയിൽ ഒരു സർക്കുലർ എഴുതി ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിന്റെ പഠന റിപ്പോർട്ടോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കുലർ അല്ലത്. വെറുതെ ഒരു യോഗം കൂടിയിട്ട് സഹകരണ ബോർഡ് കൂടിയിട്ട് ഈ ഒരു സർക്കുലർ ആർക്കാണ്ട് വേണ്ടിയിട്ട് ഇറക്കി. ഇത് ശരിക്കും സർക്കാരിന് ആ ഒരു സർക്കുലർ പരിഷ്കരിക്കാം, പക്ഷെ അത് സർക്കാരും അത് ഇങ്ങനെ പരിഷ്കരിക്കാതെ കൊണ്ട് നടക്കുന്നത് സഹകരണ മേഖലയിൽ ഈ തട്ടിപ്പിനുള്ള ഒരു പഴുതുകൂടിയല്ലേ? അതെ, തട്ടിപ്പിന് വേണ്ടിയാണ്. പക്ഷെ അത് ഈ സർക്കാരിന് ഞാൻ പറഞ്ഞത്, സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇത് അറിയണമെന്നില്ല.
അവരറിയുന്നില്ല. ഇത് സഹകരണ ബോർഡിനും സഹകരണ വകുപ്പിനും ആ ഉൾപ്രദേശത്ത് നിൽക്കുന്ന ഏത് വകുപ്പിലാണേലും അങ്ങനെയുള്ളൂ, അല്ലെ മന്ത്രിക്കോ അല്ലെ മന്ത്രിയുടെ ഒരുപക്ഷെ പ്രൈവറ്റ് സെക്രട്ടറിക്കോ അവർക്കൊന്നും ഒരുപക്ഷെ ഇത് അറിയണമെന്നില്ല. നമുക്ക് എല്ലാ കാര്യവും പറയണമല്ലോ. കാരണം ഇതിനകത്ത് നടക്കുന്നത് ഈ പണ്ട് പറയുന്ന പോലെ സിനിമയിലെ പോലൊരു അന്തർധാരയാണ് ഈ സംഭവങ്ങളെല്ലാം. അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും തലപ്പത്തിരിക്കുന്നവർക്കെല്ലാം അറിയാം ഈ സംഭവം ഉണ്ട്. അവിടെ എന്ത് വന്നാലും ഈ രീതിയിൽ പ്രതിരോധിക്കാം. നമ്മളിപ്പോൾ ഒത്തിരി കണ്ടല്ലോ സഹകരണ സംഘങ്ങൾ പൊട്ടിയത്. എന്തായി? എങ്ങും ചെന്നില്ലല്ലോ, എങ്ങും ചെല്ലത്തില്ല. കാരണം ആരെടുത്തു എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പൈസ എല്ലാം പോയി. ആരെടുത്ത്? ഒരവസ്ഥ എത്ര പരിഹാസം. ഒരു ഓഡിറ്റതാണ് തലപ്പത്തൊരു ഓഡിറ്റ് ഡയറക്ടറായിരിക്കുന്നത്, IAS കേഡറിലുള്ള ആളാണ് സഹകരണ ഓഡിറ്റ് വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് പോലും ഇതേക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. ഇതിലെ നിയമനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ചോദിക്കാനുണ്ട്. അതായത് ഈ സഹകരണ സംഘങ്ങളിൽ പലപ്പോഴും നിയമനങ്ങൾ ഒന്നെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടവരുടെ ആൾക്കാരുടെ മാത്രം നിയമനമാണ് നടക്കുന്നത്. അതായത് തട്ടിപ്പിന് വേണ്ടിയുള്ള അതിന് ഒത്താശ നിൽക്കുന്ന കുറെ ആൾക്കാർ. ഇവർക്കൊക്കെ ഈ മതിയായ യോഗ്യതകളൊക്കെ ഉള്ള ആൾക്കാരെ വേണ്ടേ ഈ സഹകരണ സംഘങ്ങളിൽ നിയമിക്കാൻ? സംഘങ്ങളിലെ നിയമനങ്ങള് ഇപ്പോൾ നടക്കുന്നത് PSC മുഖാന്തരമാണല്ലോ. PSC മുഖാന്തരം ആ ലിസ്റ്റിൽ നിന്ന് പ്രാദേശികമായിട്ട് പിന്നെ ആ സംഘത്തിന്റെ ഭരണസമിതി സെലക്ട് ചെയ്യുക. പണ്ടത്തെ ഇത് കുറച്ചുകൂടി ഒരു വ്യത്യാസം വരുത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യോഗ്യതയുടെ കാര്യത്തിലൊക്കെ പ്രാദേശിക പരിഗണനകൾ വരും. സംഘത്തിന്റെ പരിധിയിൽപ്പെട്ട് അല്ലെ സംഘത്തിലെ ഒരു അംഗത്തിന്റെ അങ്ങനെയുള്ളവർക്കൊരു മുൻഗണന വരുന്നതുകൊണ്ട് അവർക്കൊക്കെ തന്നെ അത് കിട്ടുള്ളൂ. ഓൾ കേരള ലിസ്റ്റ് വരുമെങ്കിലും പ്രാദേശിക പരിഗണന അതിനകത്ത് വരും. അങ്ങനെ പല മേഖലകളിലും യോഗ്യതയില്ലാത്തവർ പഠിപ്പിക്കുക വരെ ചെയ്യുന്ന ഒരു സംസ്ഥാനമായതെന്ന് ഓർക്കണം. നിശ്ചിത യോഗ്യത ഇല്ലാതെ ഇവിടെ കോളേജിന്റെ പ്രിൻസിപ്പൽ വരെ ആയവരുണ്ട്. നിശ്ചിത യോഗ്യതയില്ല, UGC നിഷ്കർഷിച്ച യോഗ്യതയില്ല. അപ്പൊ ആ ഒരു സംസ്ഥാനത്ത് കേവലം ഒരു സഹകരണ സംഘത്തിലെ ഒരു ക്ലർക്കിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹം. ശരിക്കും ഇനിയിപ്പോൾ എന്തായാലും സാറിന്റെ കയ്യിൽ ഇതിന്റെ എല്ലാ തെളിവുകളും പലയിടത്തു നിന്ന് ശേഖരിച്ച തെളിവുകളൊക്കെ തന്നെ കയ്യിലുണ്ട്. ഇനിയുള്ള ഒരു നിയമ നടപടി എങ്ങനെയായിരിക്കും? ഇത് കോടതിയിൽ ഈ ഒരു വിഷയം കൊണ്ടെത്തിക്കാൻ കഴിയില്ലേ? കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു വിഷയം വരുന്നുണ്ട്. അതൊക്കെ ഈ നിയമത്തിലെ അപാകതകളാണ്. നിയമത്തിലെ അപാകത കൊണ്ടാണ് അത്. ആ സൊസൈറ്റിയിൽ ഒരു ഭരണസമിതിയുണ്ട്, ആ സൊസൈറ്റിയിൽ ഒരു ജനറൽ ബോഡിയുണ്ട്. അത്തരം ജനറൽ ബോഡികൾ വേണം ഇതൊക്കെ തിരുത്താൻ. അപ്പോൾ ജനറൽ ബോഡിയിൽ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിലെ അംഗങ്ങൾക്ക് നിയമപരമായിട്ട് സമീപിക്കാം. അപ്പോൾ അംഗങ്ങളാണെങ്കിൽ കോടതിയെ സമീപിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ, പെൻഷന്റെ കാര്യത്തിൽ കുറെ കൂടെ ഇതുണ്ട്. കാരണം സർക്കാർ ഫണ്ട് പോകുന്നു, മറ്റേത് അവരുടെ ആ സൊസൈറ്റിയുടെ മാത്രമായിട്ട് നിൽക്കുന്നു. ഇത് പൊതു ഫണ്ടിൽ നിന്ന് പെൻഷൻ പോകുന്നു. അപ്പോൾ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചില വിഷയങ്ങൾ കോടതി പറയുന്ന, കോടതിയുടെ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ചില വിഷയങ്ങൾ ഇതിന് തടസ്സമായിട്ടുണ്ട്. പിന്നെ സർക്കാരിന് ഈസി ആയിട്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പരിഷ്കരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. സഹകരണ പ്രസ്ഥാനം പണ്ട് ജീവനാഡിയായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം, അതുപോലെ സഹകരണ പ്രസ്ഥാനമൊക്കെ. പക്ഷെ അത് പിന്നെ അങ്ങോട്ടൊരു കൊള്ള സംഘങ്ങളുടെ തേർവാഴ്ചയായിട്ട് മാറി. അപ്പൊ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ സാർ പറയുന്നത് ഇത്ര വലിയൊരു ക്രമക്കേടും കൊള്ളയും സഹകരണ സംഘത്തിൽ നടക്കുന്നുണ്ട്. ഇതൊരു സഹകരണ പ്രസ്ഥാനത്തിൽ മാത്രമല്ല. കാരണം ഇതിന്റെ പെൻഷന്റെ തുക പോകുന്നത് ഖജനാവിൽ നിന്നാണ്. സർക്കാരിന്റെ പണം കൂടിയാണ് ഇത്തരത്തിൽ ധൂർത്തടിച്ച് അല്ലെങ്കിൽ ഒരു വിഭാഗം കൈക്കലാക്കുന്നത്. ഇതിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. തെളിവുകൾ കയ്യിലുണ്ടായിട്ടും പലപ്പോഴും നമ്മുടെ ഈ സർക്കുലറിൽ എഴുതിയിരിക്കുന്ന പലതും ഈ പ്രസ്ഥാനത്തിലുള്ളവർക്ക് അനുകൂലമായി മാറ്റി എഴുതിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ശരിക്കും ഈ വിഷയത്തിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് കൃത്യമായ ഇടപെടൽ നടത്താവുന്നതാണ്. കുറെ പണം, അതായത് സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട വലിയ തുകയാണ് ഇത്തരത്തിൽ പെൻഷനായിട്ട് ഈ സഹകരണ പെൻഷന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇതിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സഹകരണ മന്ത്രി ഈ വിഷയത്തിൽ ഇനിയെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് ആവശ്യം. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ സാറുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഒരു എപ്പിസോഡ് എന്തായാലും ഈ സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു എപ്പിസോഡ് ഉണ്ടാകും. നമുക്ക് കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.